കബറിൽ ശിക്ഷ എന്നേക്കല്ലേ അള്ളാഹ്. അവിടെ ശിക്ഷ, അവിടെ രക്ഷപ്പെട്ട ബാക്കി മൊത്തം രക്ഷപ്പെടും. അള്ളാഹുവിനെ ആളുദിക്കമിന്നതാബിൽ ഖബർ. അവിടെ 5 ദുആ ഉള്ളത്. വമിന്നതാബിന്ന, നരകത്തിൽ കൊണ്ടിട്ടേക്കില്ല റഹ്മാനെ. നരകം എന്ന് പറഞ്ഞാൽ അതിഭീകരം. നരകത്തിൽ നിന്ന് കുറച്ച് തീ എടുത്തിട്ട് വരും. ദുനിയാവിൽ കുറച്ച് തീ വേണമല്ലോ മനുഷ്യന്മാർക്ക് ഗ്യാമം നാൾ വരെ. ഗ്യാസ് സിലിണ്ടറിനും അടുപ്പിലൊക്കെ എത്ര നരകത്തിൽ തീ എത്ര എടുത്തെന്നറിയോ? ഒരു ഈത്തപ്പഴത്തിന്റെ കുരു പുറത്തെടുത്താൽ അതിന്റെ നടുവിൽ ഒരു നാരുണ്ടാവില്ലേ, ചെറിയ നൂല് പോലത്തെ, അതിന്റെ ഒരു പീസ് എടുത്ത് അത് കടലിൽ 2 വട്ടം മുക്കിയിട്ട് ഈ നരകത്തിലെ തീന്റെ കടലിൽ 2 വട്ടം മുക്കി കുടഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കണം. ഈ തീയുടെ കടുപ്പത്തെ അതാ പിന്നെ നരകത്തിൽ ഒന്നിട്ടേക്കില്ല റഹ്മാനെ. പിന്നെന്താ? വമിൻ ഫിത്നത്തിൽ മഹയ, ജീവിതത്തിൽ കുറെ കള്ളത്തൊരീക്കത്തിലൊന്നും പെട്ടാതെ, പെണ്ണിന്റെ സ്വത്തിന്റെ ഏതെങ്കിലും ഭൗതിക പരിപ്രേക്ഷങ്ങളിലൊന്നും പെടാതെ, ഒരു ഫിത്തിനയിലും ദുനിയാവിൽ പെടുത്തില്ല. എങ്ങനെങ്കിലും തട്ടിമുട്ടി ചെയ്യിച്ചു പോകണം. വീട്ടിൽ കുറെ സീഡർ, കുറെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊന്നും ആർക്കല്ലേ. ഫിത്തിനത്തിൽ മഹയെന്ന്, ഈ ജീവിതത്തിന്റെ ഫിത്തിനയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ. വൽ മമാത്ത്, മരിക്കണ സമയത്തുള്ള ഫിത്തിനയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ. റജ്ജാൽ എന്ന് പറയുന്ന ആള് ഭയങ്കര ഖുർആൻ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കുറെ ഇൽമ പഠിച്ച ആളാണ്. മൂപ്പരെ സിദ്ദീഖുൽ മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകനായിട്ട് ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. അവിടെ പോയിട്ട് നീ ദീനി പ്രബോധനം നടത്തൂ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് മുസൈലിമത്തുൽ കദ്ദാബ് കുറച്ച് പണം ഓഫർ ചെയ്തപ്പോൾ അതിൽ പെട്ടുപോയി, മുർത്തദ്ദായി. ആര്? റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് ദീൻ പഠിച്ചാണ് മുർത്തദ്ദായി പോയി. സ്ഥിരം ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ഈമാനില്ലാതെ മരിച്ചു പോയതില്ലേ ഇല്ലേ? നമ്മൾ ഉസ്താമാരെ തന്നെ പുകഴ്ത്തിയിട്ട് പറഞ്ഞ ആൾക്കാർ, അതേ ആൾക്കാരെ ഉസ്താമാരെ എതിർത്തോട്ടും പറയണില്ലേ? അല്ലാഹ് നീ കാക്കണേ റഹ്മാനെ.